കേരള നവോത്ഥാന നായകൻ ശ്രീ മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ വയ്യാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടായിരിക്കില്ല. ചെറുപ്പകാലം തൊട്ട് തന്നെ നമ്മൾ ഈ പേര് കേട്ടു വന്നതാണ്. കാരണം അന്ന് നമ്മൾ ഏതൊരു നായർ തറവാട്ടിൽ എവിടെ ചെന്നാലും ഇദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഭിത്തിയിൽ ഉണ്ടായിരിക്കും. പിന്നെ വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ മുതിർന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും നമ്മളോട് ഈ കഥകളൊക്കെ പറഞ്ഞു തരികയായിരുന്നു അന്ന് പതിവ്. കാരണം അന്ന് ടിവിയോ മൊബൈൽ ഫോണോ ഒന്നുമില്ല. ആൾക്കാർക്ക് ടൈം പാസ്സായിട്ട് വേറെ ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്താണെങ്കിൽ കുട്ടികൾക്ക് സമയമില്ല, മുതിർന്നവർക്ക് സമയമില്ല. കാരണം കുട്ടികൾ സ്കൂളിൽ പോകും, വരും, ട്യൂഷന് പോകും, ഹോംവർക്കായി, കാര്യങ്ങളായി. പിന്നീട് അവർ സമയമുണ്ടെങ്കിൽ തന്നെ മൊബൈൽ ഫോണും വീഡിയോ ഗെയിമും അവരുടെ കാര്യങ്ങളായിട്ട് നടക്കും. കാരണം മുതിർന്നവർക്ക് അതിലൊട്ടും സമയമില്ലെന്നും കുട്ടികളെ വിളിച്ചിരുത്തി ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനോ ഒന്നും അവർക്ക് സമയമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇന്ന്. അവർക്ക് സമയമുണ്ടെങ്കിൽ അവർ ടി വി സീരിയൽ കാണും, അല്ലെങ്കിൽ മൊബൈലിലായിരിക്കും. എന്നാൽ നമ്മൾ അന്ന് തൊട്ട് ഇത് തന്നെയൊക്കെ കേട്ട് കുഞ്ഞിലെ തൊട്ട് വളർന്നതുകൊണ്ട് മന്നത്ത് പത്മനാഭൻ ആരാണെന്നും അദ്ദേഹം എന്താണ് ചെയ്തത് നമ്മളാരും അദ്ദേഹത്തെ നേരിട്ടറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ നേരിട്ട് അനുഭവിച്ചിട്ടില്ല. എങ്കിലും പറഞ്ഞു കേട്ടുള്ള അറിവും പുസ്തകം വായിച്ചുള്ള അറിവുകളും നമ്മളിൽ ധാരാളമാണ്. അതുകൊണ്ട് നമ്മളും നമ്മുടെ കുട്ടികളെയും പേരക്കുട്ടികളെയും ഒക്കെ ഇത് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കണം, മനസ്സിലാക്കണം, അവരെ ഇതിൽ ബോധവാന്മാരാക്കണം. കാരണം അല്ലെങ്കിൽ നമ്മളോടുകൂടി തന്നെ ഈ മണ്ണവും മനന്റെയും എല്ലാം തീർന്നു പോകും. അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. ശ്രീ മന്നത്ത് പത്മനാഭൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പേര് മന്നത്ത് പത്മനാഭ പിള്ള എന്നാണ്. അദ്ദേഹം ഗസറ്റിൽ പരസ്യം ചെയ്ത് അദ്ദേഹത്തിന്റെ പിള്ളസ്ഥാനം വേണ്ടെന്ന് വെച്ചത് എന്തിനെന്ന് വെച്ചാൽ ജാതിവൈവിധ്യം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോ, കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തവരിങ്ങനെ ഒട്ടല്ലഹോ ജാതി കൊമ്മരങ്ങൾ. ഇതായിരുന്നു അന്നത്തെ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ. ഇത് കണ്ടിട്ടാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് കേരളം ഒരു പ്രാന്താലയമാണ്. എന്നാൽ ആ സമയത്തും ശ്രീ മന്നത്ത് പത്മനാഭൻ താഴ്ന്ന ജാതിക്കാരുമായി കൂട്ടുകൂടി എവിടെ അദ്ദേഹം പോയാലും ഇവർ കൂടെ ഉണ്ടായിരിക്കും. ഇദ്ദേഹം അവരുമായിരുന്നു ഭക്ഷണം കഴിച്ചു. അവരെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരുടെ പാത്രം കഴുകി വയ്ക്കുമായിരുന്നു അദ്ദേഹം. എന്തിനെന്ന് ചോദിച്ചപ്പോൾ എന്റെ ആൾക്കാർ നിങ്ങളോട് ചെയ്യുന്ന ക്രൂരതയ്ക്ക് ഞാൻ ഇങ്ങനെയെങ്കിലും പ്രായശ്ചിത്തം ചെയ്യട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്ക്. അങ്ങനെ ശ്രീ അയ്യങ്കാളിയെയും ശ്രീനാരായണ ഗുരുവിനെയും അദ്ദേഹം ആദരിച്ചിരുന്നു. അദ്ദേഹം അതുകൊണ്ട് തന്നെയാണ് പിള്ളസ്ഥാനം വേണ്ടെന്ന് വെച്ചത്. കാരണം സാധാരണക്കാരനായി എല്ലാ ജാതിയും മതത്തിന്റെയും കൂടെ ജീവിക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. അതുതന്നെയാണ് അദ്ദേഹം നമ്മളെയും പഠിപ്പിച്ചത്. ഇദ്ദേഹത്തിന്റെ ജനനം 1878 ചങ്ങനാശ്ശേരിയിൽ പെരുന്ന എന്ന ഗ്രാമത്തിലാണ്. ഇദ്ദേഹത്തിന്റെ അച്ഛൻ പാകത്താനത്ത് നിലവലിയില്ലത്ത് ഈശ്വരൻ നമ്പൂതിരിയും അമ്മ മന്നത്ത് ചിറ്റമറ്റത്ത് പാർവതി അമ്മയുമായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ ജനനശേഷം അച്ഛൻ അമ്മയിൽ നിന്നും സംബന്ധം വേർപെടുത്തിപ്പോയി. ഇദ്ദേഹത്തിന്റെ ബാല്യകാലം വളരെ കഷ്ടം നിറഞ്ഞതായിരുന്നു. ആശാനിൽ നിന്നും അദ്ദേഹം ആദ്യാക്ഷരങ്ങളും എച്ചുടിയും പഠിച്ചു. സ്കൂളിൽ അദ്ദേഹത്തിന്റെ 2ാം ക്ലാസ് വരെ മാത്രമേ പോകാൻ കഴിഞ്ഞുള്ളൂ. കാരണം വീട്ടിൽ അതിനുള്ള സാഹചര്യമില്ലായിരുന്നു. എന്നാൽ കുഞ്ഞായിരുന്ന അദ്ദേഹം നിരാശനായില്ല. അദ്ദേഹം കയ്യക്ഷരം നന്നാകാനായി അന്ന് പ്രവൃത്തി ഓഫീസുകളിൽ പോയി കണ്ടപ്പോൾ എഴുതുമായിരുന്നു. വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം അദ്ദേഹം താലൂക്ക് ഓഫീസുകളിൽ പോയി ഹർജി എഴുതി കൊടുത്ത് പൈസ ഉണ്ടാക്കുമായിരുന്നു. 10ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു ഗവൺമെന്റ് സ്കൂളിൽ ചേർന്ന് വീണ്ടും പഠിക്കാൻ തുടങ്ങി. അവിടെ നിന്നും വിജയം കരസ്ഥമാക്കിയ അദ്ദേഹത്തിന് സ്കോളർഷിപ്പോട് കൂടി തിരുവനന്തപുരത്ത് ഒരു ട്രെയിനിങ് സ്കൂളിൽ പഠിക്കാൻ അവർക്ക് അവസരം ലഭിച്ചു. അവിടെ നിന്നും അദ്ദേഹം വിജയം കരസ്ഥമാക്കി പുറത്തു വന്നു. പിന്നെ പല സ്കൂളുകളിലും അദ്ദേഹം അധ്യാപകനായും പ്രഥമാധ്യാപകനായും അദ്ദേഹം ജോലി നോക്കി. അങ്ങനെ 10 വർഷത്തോളം അദ്ദേഹത്തിന്റെ അധ്യാപന ജീവിതം അദ്ദേഹം തുടർന്നു. അത് അദ്ദേഹം രാജിവെക്കാനുണ്ടായ ഒരു കാരണം അന്ന് ഒരു കുട്ടി സ്കൂളിൽ എന്തോ കുരുത്തക്കേട് കാണിച്ചു. അദ്ദേഹം കുട്ടിയോട് ബെഞ്ചിന്റെ പുറത്ത് കയറി നിൽക്കാനായി ആവശ്യപ്പെട്ടു. അന്നേരം അതുവഴി പോയ ഹെഡ് മാസ്റ്റർ ശ്രീ വെങ്കടാചലം കുട്ടിയോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു. ഇദ്ദേഹത്തിനോട് കാരണങ്ങളൊന്നും തന്നെ തിരക്കില്ല. അത് ഇദ്ദേഹത്തിന് വലിയ അപമാനമായി തോന്നി. അദ്ദേഹം രാജിവെച്ച് പുറത്തു വന്നു. വെങ്കടാചലം വന്ന് മാപ്പ് പറഞ്ഞെങ്കിലും അദ്ദേഹം അത് കൂട്ടാക്കിയില്ല. എന്തെന്നാൽ മന്നത്ത് പത്മനാഭൻ ഒരു തീരുമാനമെടുത്താൽ അത് തീരുമാനമായിരുന്നു. അങ്ങനെ അദ്ദേഹം 1901 അദ്ദേഹം വിവാഹിതനായി. ആദ്യ ഭാര്യ മരിച്ചു. അദ്ദേഹം വീണ്ടും വിവാഹം കഴിച്ചു. 1905 സ്വന്തം പ്രയത്നത്താൽ അദ്ദേഹം ഒരു അഭിഭാഷകനായി. അങ്ങനെ പ്രശസ്തനായ ഒരു അഭിഭാഷകൻ അദ്ദേഹത്തെ
ദാരിദ്ര്യത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഈ നായർ സമുദായത്തെ കണ്ട് അദ്ദേഹം ചിന്തിച്ചു, എന്റെ സഹോദരങ്ങളെ എങ്ങനെയെങ്കിലും എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ വക്കീൽ ജോലി രാജിവെച്ച് രംഗത്തേക്ക് സജീവമായി ഇറങ്ങി. ആദ്യം അദ്ദേഹം ചെയ്തത് നായർ സമുദായത്തെ എല്ലാം ഒരു ഒറ്റക്കെട്ടായി സംഘടിക്കുക. ഇന്നും അദ്ദേഹം പറഞ്ഞു, നമ്മുടെയും ഉദ്ദേശം അതാണ്, സംഘടിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. അങ്ങനെ അദ്ദേഹം എല്ലാവരെയും സംഘടിപ്പിച്ച് ഒറ്റക്കെട്ടായി ഒരൊറ്റ അർജുനനായി അദ്ദേഹം കുരുക്ഷേത്രത്തിലേക്ക് നീക്കിയായിരുന്നു. കുരുക്ഷേത്രം എന്ന് പറഞ്ഞാൽ മഹാഭാരത യുദ്ധം നടന്ന കുരുക്ഷേത്രമല്ല, NSS എന്ന കുരുക്ഷേത്രം. അതിനുവേണ്ടി കർമ്മധീരനായ അദ്ദേഹം 1914 അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ അമ്മ കൊടുത്തു വെച്ച വിളക്കിന് മുന്നിൽ നിന്ന് 14 അംഗങ്ങളടങ്ങിയ ഒരു സംഘടന അദ്ദേഹം രൂപീകരിച്ചു. അതന്ന് ഉത്തേജന സംഘടന എന്നൊരു പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം 1915 ജൂലൈ 11 അദ്ദേഹം NSS നായർ സർവീസ് സൊസൈറ്റി എന്ന ഇത് പുനർനാമകരണം ചെയ്യപ്പെട്ടു. അന്ന് ആകെ ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള സ്വത്ത് 21 പറ നിലമായിരുന്നു. അദ്ദേഹം അത് NSSന്റെ മൂലധനമായിട്ട് എഴുതി കൊടുത്തു. വീട്ടിൽ കരച്ചിലും ബഹളവും ഒക്കെ ഉണ്ടായി, എന്നാൽ അതൊന്നും അദ്ദേഹം കൂട്ടാക്കിയില്ല. ആ 21 പറ നിലത്തിൽ നിന്നും അദ്ദേഹം ഏക്കർ കണക്കിന് വസ്തുക്കൾ വാങ്ങിച്ചു, കോളേജുകളും സ്കൂളുകളും സ്ഥാപിച്ചു. ഇതിനെ ഒരു വൻ വടവൃക്ഷമാക്കി വളർത്തി. സ്കൂളുകളും കോളേജുകളും വന്നതോടെ കോളേജിൽ അനേകായിരം ആൾക്കാർക്ക് ജോലി ലഭിച്ചു. ജോലി ലഭിച്ചതോടുകൂടി പൈസ ശമ്പളം കിട്ടും. അപ്പൊ ആൾക്കാരുടെ ചിന്താഗതി മാറാൻ തുടങ്ങി, കുടുംബം നന്നാകാൻ തുടങ്ങി, കുടുംബത്തിൽ നിന്നും നാട് നന്നാകാൻ തുടങ്ങി, കുട്ടികൾക്കാണെങ്കിൽ പഠിക്കാനുള്ള സാഹചര്യം. അങ്ങനെ അദ്ദേഹം NSS രൂപീകരിച്ചു. അതിനെ ഒരു വടവൃക്ഷമാക്കി വളർത്തി. ഈ NSS നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ നായന്മാർ എവിടെയുണ്ടോ അവിടെയെല്ലാം NSS ഉണ്ട്. ഇന്ന് നായന്മാരുടെ തലവൻ ആരാണെന്ന് ചോദിച്ചാൽ, മന്നത്ത് പത്മനാഭൻ ആരാണെന്ന് ചോദിച്ചാൽ ആൾക്കാർ ആദ്യം പറയുന്നത് നായന്മാരുടെ തലവനാണെന്നാണ്. എന്നാൽ അദ്ദേഹം നായന്മാരുടെ മാത്രം തലവനായിരുന്നില്ല. അവർണർക്ക് വേണ്ടിയും കീഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവരാനും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത സ്മരണകൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എന്റെ ജീവിതത്തെ ഞാൻ 3 ഘട്ടങ്ങളിലായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആദ്യത്തേത് എന്റെ സ്വന്തം ജാതിയായ നായന്മാർക്ക് വേണ്ടി, രണ്ടാമത്തേത് എന്റെ സ്വന്തം മതമായ ഹിന്ദുമതത്തിന് വേണ്ടി, മൂന്നാമത്തേത് എന്റെ നാടായ ഭാരതത്തിന് വേണ്ടി. എന്തും തുടങ്ങുന്നത് നായന്മാരിൽ നിന്ന് തന്നെ ആകണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 2 പ്രധാന സംഭവങ്ങളാണ് വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും. വൈക്കം സത്യാഗ്രഹം 1924 വൈക്കം സത്യാഗ്രഹം വൈക്കത്ത് അമ്പലത്തിൽ അവർക്ക് കയറാൻ വേണ്ടി ആയിരുന്നില്ല, അമ്പല പരിസരത്തുള്ള വഴിയെ ഇവർക്ക് നടക്കാൻ വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു. ആ വഴി അത്തരം വഴി നടന്നു പോയാൽ ഭഗവാൻ അശുദ്ധനാകുമെന്നായിരുന്നു അന്നത്തെ സവർണ പ്രമാണിമാർ പറഞ്ഞത്. അങ്ങനെ അവർ അമ്പലം വഴി അടച്ചു വെച്ചു. ഇവർക്ക് ഈ പാവപ്പെട്ടവർക്ക് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ നിവർത്തിയില്ലാതെയായി. അങ്ങനെ ചില പ്രമാണിമാരുടെ സഹായത്തോടുകൂടി ഇവർ വഴി മുറിച്ചു കടന്ന് റോഡ് ഉപരോധിച്ചു. അന്ന് ഈ പാവങ്ങളെ ദിവാന്റെ പോലീസുകാരും ഗുണ്ടകളും ചേർന്ന് തല്ലിച്ചതച്ചു. ഇവരുടെ കണ്ണിൽ ചുണ്ണാമ്പെഴുതി. ധാരാളം ആൾക്കാരുടെ കാഴ്ചശക്തികൾ നഷ്ടപ്പെട്ടു. അതറിഞ്ഞ് ശ്രീ മന്നത്ത് പത്മനാഭൻ അദ്ദേഹം അവിടെ ഓടി വരികയായിരുന്നു. അദ്ദേഹം ദൂരെ നിന്ന് തന്നെ അലർന്നിട്ടു, തൊട്ടുപോകരുത് അവരെ തൊട്ടാൽ നിങ്ങൾ ആരും ഇവിടെ നിന്നും തിരിച്ചു പോകില്ല. മന്നത്ത് പത്മനാഭൻ പറഞ്ഞാൽ പറഞ്ഞതാണെന്ന് മനസ്സിലാക്കിയ അവർ അവിടെ നിന്നും തിരിച്ചുപോയി. എന്നാൽ പോലീസ് ഇൻസ്പെക്ടറുടെ മനസ്സിൽ ഇതൊരു കരടായി കിടന്നു. എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ ഒന്ന് താഴ്ത്തി കാണിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അന്ന് വൈക്കം സത്യാഗ്രഹത്തിന്റെ റിപ്പോർട്ടറായിരുന്ന നാരായണൻ ഉണ്ണി എന്നയാളെ അദ്ദേഹം അവർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇതിന്റെ വിവരം അറിയാനായിട്ട് സ്റ്റേഷനിലേക്ക് ചെന്ന മന്നത്ത് പത്മനാഭൻ അദ്ദേഹം ഇൻസ്പെക്ടറോട് ചോദിച്ചു, എന്തിനാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്? അപ്പോൾ പറഞ്ഞത്, ഇദ്ദേഹം ദേശദ്രോഹ കുറ്റമാണ് എഴുതുന്നത്, ഇനി ഇവർ റിപ്പോർട്ട് എഴുതണ്ട, കാരണം ഇവന്റെ കൈ കലങ്ങൾ കൈപിടിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവന്റെ ദേഹത്ത് നിങ്ങളുടെ ഒരു കൈ വീണ, ഒരു വിരൽ വീണ, ഈ പോലീസ് സ്റ്റേഷനും നിങ്ങളും നിന്ന് കത്തും. അപ്പോൾ പുറത്തേക്ക് നോക്കി ഇൻസ്പെക്ടർ കണ്ടത് 100 കണക്കിന് അവർണരായിട്ടുള്ള ആൾക്കാരാണ് ഇദ്ദേഹത്തിന് അകമ്പടിയായിട്ട് വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഒരു വാക്കിന് വേണ്ടി അവർ കാത്തു നിൽക്കുകയാണ്. അവർ പോലീസ് സ്റ്റേഷനും ഇൻസ്പെക്ടറുടെ വീടും വളർന്നിരിക്കുകയാണ്. രംഗം പന്തിയല്ല എന്ന് കണ്ട പോലീസുകാരൻ നാരായണ ഉണ്ണിയെ വിട്ടയച്ചു. അങ്ങനെ വൈക്കം സത്യാഗ്രഹം തുടർന്ന് വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തി. 6 മാസത്തിനുള്ളിൽ വൈക്കം സത്യാഗ്രഹം സാഫല്യത്തിലെത്തി. വൈക്കത്ത് ക്ഷേത്ര പരിസരത്തുള്ള
വഴികൾ അവർണർക്കായി തുറന്നു കൊടുത്തു. അതിനു മുന്നോടിയായി തന്നെ അദ്ദേഹം ശ്രീ മന്നത്ത് പത്മനാഭൻ അദ്ദേഹത്തിന്റെ കുടുംബക്ഷേത്രം അവർണർക്കായി തുറന്നു കൊടുത്തിരുന്നു. പിന്നീട് 1931 ഗുരുവായൂർ സത്യാഗ്രഹം ശ്രീ മന്നത്ത് പത്മനാഭനും ടി.പി. മാധവൻ എന്ന ഒരാളോടാണ് തുടങ്ങിയത്. സത്യാഗ്രഹ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ മന്നത്ത് പത്മനാഭനായിരുന്നു. ഇത് അത്ര കണ്ട് പെട്ടെന്നും, കാരണം അന്ന് മലബാർ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. സാമൂതിരിയുടെ അധീനതയിലായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം. ഈ സമരം തുടങ്ങിയപ്പോൾ തന്നെ അവർ ക്ഷേത്രം അടച്ചിട്ടു. ഇതത്ര പെട്ടെന്നൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് മഹാത്മാഗാന്ധിയുടെ ഏതൊരു കാര്യം എന്തു പറഞ്ഞാലും അതനുസരിക്കുന്ന ഒരാളായിരുന്നു മന്നത്ത് പത്മനാഭൻ. മഹാത്മാഗാന്ധി ഇതിൽ ഇടപെട്ട് സവർണജാഥ നടത്താനായിട്ട് അദ്ദേഹം ഉപദേശിച്ചു. അങ്ങനെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ കാൽനടയായി സവർണജാഥ നടത്തി. പല പ്രദേശങ്ങളിലും ഇവർക്ക് സ്വാഗതം ലഭിച്ചു. അങ്ങനെ ശിവഗിരിയിലെത്തി ശ്രീനാരായണ ഗുരുദേവന്റെ പാദത്തിൽ തൊട്ട് അദ്ദേഹം വന്ദിച്ചു. കൂടെയുള്ളവരോടും അത് തന്നെ ചെയ്യാനായി അദ്ദേഹം പറഞ്ഞു. എല്ലാവരോടും ചെയ്തു. ഒടുവിൽ സവർണജാഥയുടെ ഒടുവിൽ അന്നത്തെ മഹാരാജാവായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ഇദ്ദേഹത്തെ വിളിച്ചു ചർച്ചയ്ക്കായി. നിങ്ങൾക്ക് എന്താണ് ആവശ്യം? എന്റെ ആവശ്യം എല്ലാ ക്ഷേത്രങ്ങളും ഹിന്ദുക്കൾക്കായി തുറന്നു കൊടുക്കണം. ഈശ്വരനെ ദർശിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ഞങ്ങൾക്കത് പരാതിയൊന്നുമില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ നിയമം വെച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അങ്ങനെ 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവ് ക്ഷേത്ര പ്രവേശന വിളംബരം നടത്തി. ഇത് ക്ഷേത്രത്തിൽ കയറാൻ വേണ്ടി മാത്രമായിരുന്നില്ല. അസമത്വവും തൊടിയിലും തീണ്ടലും ജാതി വ്യത്യാസം എല്ലാം ഇതോടുകൂടി കാലക്രമേണ അവസാനിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം രാഷ്ട്രീയത്തിലും അദ്ദേഹം സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. പട്ടംതാണികളുടെ മന്ത്രിസഭയിൽ അദ്ദേഹം അംഗമായിരുന്നു. 1947 അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അംഗമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പ്രധാനപ്പെട്ടവയാണ് മുതുകുളം പ്രസംഗം. അത് 1947 1949 തിരുവിതാംകൂർ നിയമസഭ നിർമ്മാണം ഉണ്ടായി. അതിനുശേഷം അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് നിശ്ചയിക്കപ്പെട്ടു. 1950 ഡെമോക്രാറ്റിക് കോൺഗ്രസ് നിലവിൽ വന്നു. 1951 ഹിന്ദു മഹാമണ്ഡലം സ്ഥാപിച്ചു. 1959 വിദ്യാഭ്യാസ ബില്ലിനെതിരെ അദ്ദേഹം വിമോചന സമരം നടത്തി. 1959 തന്നെ അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അദ്ദേഹത്തിന് ഭാരതകേസരി നൽകി ആദരിച്ചു. NSS നായർ സർവീസ് സൊസൈറ്റി കൊണ്ട് നായന്മാർ മാത്രമല്ല അതിലെ ഉപഭോക്താക്കൾ, എല്ലാ ജാതിക്കാരും ഇതിന്റെ ഉപഭോക്താക്കളാണെന്ന് മനസ്സിലാക്കിയ ഇന്ത്യ ഗവൺമെന്റ് 1966 അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചു. 1970 ഫെബ്രുവരി 25 അദ്ദേഹം നാട്ടിൽ 1989 അദ്ദേഹത്തിന്റെ സ്റ്റാമ്പ് പുറത്തിറങ്ങി. വളരെ വൈകിയാണെങ്കിലും 2014 സംസ്ഥാന സർക്കാർ മന്നം ജയന്തി പൊതു അവധിയായി പ്രഖ്യാപിച്ചു. അങ്ങനെ സാംസ്കാരിക, സാമ്പത്തിക, സാമുദായിക, വിദ്യാഭ്യാസ രംഗത്ത് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഒരു മഹാനാണ് മന്നത്ത് പത്മനാഭൻ. നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നെങ്കിൽ അതിന് ഉത്തരവാദി മന്നത്ത് പത്മനാഭനാണെന്ന് നമുക്ക് നിസ്സംശയം പറയാം. അല്ലെങ്കിൽ നമ്മൾ ഏത് നിലയിലായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആത്മാവ് ജീവവായുവായി കണക്കാക്കി അദ്ദേഹത്തിന്റെ സംഘടന അദ്ദേഹത്തിന് ക്ഷേത്ര മാതൃകയിൽ തന്നെ സമാധി ഒരുക്കി. ഇന്നും NSSന്റെ എന്തു പ്രവർത്തനം ഉണ്ടെങ്കിലും ആ സമാധിയിൽ നിന്നാണ് ആ തുടക്കം. ഇങ്ങനെയുള്ള മഹാനായ, കർമ്മധീരനായ, ശക്തനായ, അതിലുപരി നല്ലൊരു മനുഷ്യ സ്നേഹിയായ ആളായിരുന്നു ശ്രീ മന്നത്ത് പത്മനാഭൻ. ഇദ്ദേഹത്തെ കുറിച്ച് നമ്മൾ എല്ലാവരും എപ്പോഴും ഓർക്കണം. മന്നം ജയന്തിക്ക് മാത്രമല്ല, പലപ്പോഴൊക്കെ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുകയും നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് ഇത് പറഞ്ഞു കൊടുക്കുകയും കുട്ടികളെ ഇതിൽ കൂടി വളർത്തിക്കൊണ്ടുവരണം. ഇതെല്ലാം അവർ അറിയേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഒരു നിമിഷം നമുക്ക് എല്ലാവർക്കും കൈകൂപ്പി ആദരവ് സമർപ്പിക്കാം. ജയ് ഹിന്ദ്.